എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കീഴാർ നെല്ലി വെച്ചിട്ട് നല്ലൊരു കഷായമാണ്. ഈ ഒരു തണുപ്പ് കാലത്ത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വൈറസുകളെ പ്രതിരോധിക്കാനും കീഴാർ നെല്ലി കഷായത്തിന് വളരെ തന്നെ കഴിവുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ സാധ്യത വളരെ തന്നെ കുറയ്ക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തം കുറയ്ക്കാനും കരളിന്റെ പ്രവർത്തനം സുഗമമാക്കാനും ഏറ്റവും ഉത്തമമായ ഒന്നാണ് കീഴാർ നെല്ലി. വൈറൽ ബാധ വഴി കരളിലുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗത്തിൽ നിന്നും മുക്തി നേടാനും ഈ ഒരു കീഴാർ നെല്ലി സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും പ്രമേഹ സാധ്യത കുറയ്ക്കുന്നതിനും എങ്ങനെയാണ് കീഴാർ നെല്ലി കഷായം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒരു തരി പോലും കീടനാശിനി ചേരാത്തതുമായ നമ്മുടെ ഹെർബൽ കെയർ ഓയിൽ ആവശ്യമുള്ള എൻ്റെ കൂട്ടുകാര് ചേച്ചിയുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കല്ലേ. ആദ്യം ഓർഡർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഞാനിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. കീഴാർ നെല്ലി കഷായം തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് കീഴാർ നെല്ലി പറിച്ചെടുക്കുമ്പോൾ രണ്ട് വിധത്തിലുള്ള കീഴാർ നെല്ലിയുണ്ട്. നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കീഴാർ നെല്ലിയാണ്. നിങ്ങൾ പറമ്പിൽ നിന്നും പറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നോക്കി വേണം പറിച്ചെടുക്കാനായിട്ടും. നമുക്ക് കഷായം തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു 2 ഗ്ലാസ് അളവാണ് തയ്യാറാക്കാൻ പോകുന്നത്. 2 കീഴാർ നെല്ലി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് കീഴാർ നെല്ലിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ആവശ്യം. അതിലേക്ക് 1 തണ്ട് കീഴാർ നെല്ലി മാത്രമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതും. ഞാനിവിടെ 2 ഗ്ലാസ് അളവിൽ ചെയ്യുന്നത് കൊണ്ട് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് 2 തണ്ട് കീഴാർ നെല്ലി നല്ലവണ്ണം കഴുകിയതിനു ശേഷം അതിൻ്റെ വേരോടുകൂടി തന്നെയാണ് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം വെള്ളം നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ വെള്ളം നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചു കൂടി എടുക്കണം. നമ്മുടെ കഷായം ഇപ്പോൾ നല്ലവണ്ണം തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള 4 ഗ്ലാസ് വെള്ളവും വറ്റി 2 ഗ്ലാസ് ആക്കി എടുക്കണം. അതുവരെ ഈ മൂടി വെച്ചും മൂടി തുറന്നു വെച്ചും വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കീഴാർ നെല്ലി ഇപ്പോൾ നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിന്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയും വന്നിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന കീഴാർ നെല്ലി കഷായത്തിന് നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കഷായത്തിന്റെ ഗുണങ്ങളെല്ലാം തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുന്നത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കഷായം നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിനു ശേഷം കഷായത്തിനെ മറ്റൊരു പാത്രത്തിലേക്കാണ് അരിച്ചു മാറ്റേണ്ടത്. നമ്മുടെ കഷായത്തിന് ഞാനിതുപോലെ ഒന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതേ ഒരു കളറിലാണ് നമുക്ക് കഷായം കിട്ടുന്നത്. വാതരോഗങ്ങളെ ചെറുക്കുന്നതിനും കരളിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനും നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പ് നിലനിർത്താനും മൂത്രാശയ രോഗങ്ങളെ ചെറുക്കുന്നതിനും ഈ ഒരു കഷായം കുടിക്കുന്നത് വളരെ തന്നെ ഉത്തമമാണ്. പ്രമേഹ സാധ്യത വളരെ തന്നെ കുറയ്ക്കുന്നുണ്ട്. അതിനായിട്ട് 1 മാസക്കാലം നിങ്ങൾ ഇതുപോലെ തന്നെ വെറും വയറ്റിൽ ഓരോ ഗ്ലാസ് കഴിക്കേണ്ടതാണ്. 1 ഗ്ലാസ്സിന് 1 തണ്ട് എന്ന കണക്കിലായിരിക്കണം നമ്മൾ കീഴാർ നെല്ലി എടുക്കേണ്ടത്. ഈ ഒരു കഷായം കഴിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പ്രമേഹം ചെക്ക് ചെയ്യേണ്ടതാണ്. ശേഷം 1 മാസക്കാലം തുടർച്ചയായിട്ട് വെറും വയറ്റിൽ 1 ഗ്ലാസ് കുടിക്കാവുന്നതുമാണ്. ഇനി 1 മാസം കഷായം കുടിച്ചതിന് ശേഷം നമ്മുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഈ ഒരു കഷായം തയ്യാറാക്കി കഴിച്ചാലും മതിയാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയിലോട്ടോ കൂട്ടുകാരെ. നമ്മുടെ വീടിന്റെ മുറ്റത്തും തൊടിയിലൊക്കെ വളർന്നു നിൽക്കുന്ന ഈ ഒരു അത്ഭുത ചെടിയെ നിങ്ങൾ ആരും കാണാതെ പോവരുതേ. ഈ ഒരു കർക്കിടക മാസത്തില് യാതൊരുവിധ പൈസ ചെലവുമില്ലാതെ വളരെ ലളിതമായിട്ട് ഏവർക്കും ഉണ്ടാകുന്ന നല്ലൊരു കഷായമാണ്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി കഴിക്കണേ. തയ്യാറാക്കി കഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. എൻ്റെ കൂട്ടുകാർക്ക് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.